അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടുന്ന വയനാടൻ ഗ്രാമമാണ് വാഗേരിയിലെ കൂടല്ലൂർ. ആകെയുള്ള ഒരു ബസ് സർവീസ് വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇവിടേക്കുള്ള റോഡിൻ്റെ സ്ഥിതി അതിദയനീയം. തെരുവുവിളക്കുകൾ വേണമെങ്കിൽ ജനങ്ങൾ തന്നെ പണം പിരിച്ചെടുക്കണം. ഈ ഗ്രാമത്തിലാണ് പ്രജീഷ് എന്ന കർഷകനെ കടുവ കൊലപ്പെടുത്തിയത്. മൂടക്കൊല്ലിയെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക പൊതുഗതാഗത സംവിധാനമാണ് ഈ KSRTC ബസ്. കോവിഡ് കാലത്ത് ഇതിൻ്റെ ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചു. കോവിഡ് കാലത്ത് KSRTCയുടെ 8 ട്രിപ്പുകൾ 6 ചുരുക്കി. രാവിലെ 7:30 പോകുന്നതും രാത്രി 7:30 തിരികെ എത്തുന്നതും. രാത്രി കൂടല്ലൂരിലേക്ക് ഓട്ടോ വിളിച്ചാൽ മുഖം ചുളിക്കുന്ന അനുഭവമുണ്ടെന്ന് നാട്ടുകാർ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ പ്രജീഷ് മരിച്ചപ്പോൾ അറിഞ്ഞിട്ട് ഞാൻ ബത്തേരി വന്നു കഴിഞ്ഞപ്പോൾ കുറേ ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചു, മൂടക്കൊല്ലി ഈ അങ്ങോട്ട് പോരിയാലോ. ലാസ്റ്റ് ഒരു ഓട്ടോക്കാരനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ 500 രൂപ തരുവാണെങ്കിൽ ഞാൻ വരാൻ ചേട്ടാ. അങ്ങനെ ഇവിടെ വന്ന് 500 രൂപ കൊടുക്കണ്ടോ? അതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി. യാത്രാ ദുരിതം ഭയങ്കരം. ഒന്നാമത്തെ റോഡ് മോശം. രാത്രി എവിടെയും വിളക്കില്ല. കൂടല്ലൂർ കവലയിൽ തെരുവുവിളക്കിന് വേണ്ടി വന്നു പിരിവ്. തെരുവുവിളക്ക് കുറച്ച് മോൾ ഭാഗത്തേക്ക് തെരുവുവിളക്കിൻ്റെ ആവശ്യമുണ്ട്. അവിടെയൊക്കെ വൈകുന്നേരം കഴിഞ്ഞ് ഇരുട്ടും കടുവേൻ്റെ സഞ്ചാരപാതയൊക്കെ ഉള്ളതുകൊണ്ട് അതിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണത്. ജംഗ്ഷനിൽ ഇവിടെ ആളുകൾ പിരിവിട്ടിട്ടാണ് ആദ്യമേ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഓരോ ഇടിമിന്നലിലൊക്കെ പോകുന്നതുകൊണ്ട് പിന്നീട് അത് ഇവിടുത്തെ ആളുകൾ പിരിവിട്ട് വാങ്ങി വെച്ച്. ആനയും പുലിയും കടുവയും ഇറങ്ങുന്ന കൂടല്ലൂരിലേക്ക് നീളുന്ന വഴിയാണിത്. കുണ്ടും കുഴിയുമായി വീതിയില്ലാത്ത പാത. നാട്ടുകാരനായ ഷിബുവും ഓട്ടോ ഡ്രൈവറായ ഷാജിയും ബാക്കി പറയും. ഇപ്പോൾ ഇതിലുള്ള താഴങ്ങാടിക്കുള്ള റോഡുണ്ട്, അത് ഇൻ്റർലോക്കൊക്കെ മൊത്തം ഇളകി കിടക്കുകയാണ്. ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. നമ്മൾ രാത്രിയിലൊക്കെ വണ്ടിയും കൊണ്ട് വരികയാണെങ്കിൽ ഒരു മൃഗത്തെ കണ്ടുവന്ന് തിരിച്ച് പെട്ടെന്നൊന്ന് വിട്ടു പോകണേൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. ഗട്ടറും ഇതും റോഡിൻ്റെ വീതി കുറവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്നൊന്ന് തിരിച്ചു പോകണം എന്നുള്ള ഒരു ഇതിൽ നമുക്ക് വണ്ടി എടുക്കാൻ കഴിയില്ല. വണ്ടി ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഫുൾ ടൈം കട്ടറാണ്. വർഷങ്ങളായിട്ടുള്ള ഇത് റോഡ് നന്നാക്കുന്നില്ല കട്ടറാണ്. പിന്നെ വന്യമൃഗങ്ങളാണെങ്കിൽ പലപ്പോഴും വണ്ടിക്ക് മുമ്പിൽ വന്യമൃഗങ്ങൾ ചാടുന്നു. പിന്നെ എന്താ പറയുക, ഈ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ പറയാണ്ടിരിക്കുകയാണ് വേദം. ഈ വിധം ദുസ്സഹമാണ് വന്യമൃഗപ്പേടിയുള്ള ഈ ഗ്രാമത്തിലെ മനുഷ്യജീവിതം. അധികൃതരുടെ കണ്ണുകൾ ഇവിടേക്ക് പതിയണം. ഒരു ചെറുപ്പക്കാരനുണ്ടായ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്കിലും. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.